ഓഗസ്റ്റ് 15-നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ആഴക്കടലിലെ വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാവരും റെഡിയായിട്ടാണ്. അവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അത്യാവശ്യം നല്ല ക്യൂ ആണുള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അഡൽറ്റിന് 120 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വർണ്ണ മത്സ്യങ്ങളുടെ മായാലോകത്തേക്ക് പോയാലോ? ഇനി നമുക്ക് കടലിനടിയിലുള്ള തുരങ്കത്തിലൂടെ ഒന്ന് കയറിറങ്ങി വന്നാലോ? ഇനി നമ്മൾ കാണാൻ പോകുന്ന ടണൽ അക്വേറിയത്തിലെ മീനുകളൊക്കെയാണ്. ഭയങ്കര രസമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കടലിനടിയിലൂടെ നടന്നു പോകുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ഈ ടണൽ അക്വേറിയത്തിനുള്ളിൽ നിന്നാൽ കിട്ടുന്നത്. എല്ലാവർക്കും വിശാലമായിട്ട് നിന്ന മീനുകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടണൽ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിന്നാൽ. സെപ്റ്റംബർ 29 വരെയാണ് ഈ ഒരു മറൈൻ എക്സ്പോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് തികച്ചും സൗജന്യമാണ്. ഈ ഒരു മീനെ കണ്ടോ? ഒരുപാട് നമ്മുടെ പുഴകളിലും പാടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മീനാണ് മലിഞ്ഞീൽ അല്ലെങ്കിൽ ഈൽ ഫിഷ്. ധാരാളം ഔഷധ ഗുണമുള്ള ഒരു മീനാണ്. അതുപോലെ തന്നെ ശ്വാസം മുട്ടാലിനൊക്കെ മരുന്നായിട്ട് ഈ ഒരു മീൻ ഉപയോഗിച്ചിരുന്നു. നമ്മളിങ്ങനെ നമ്മുടെ ടണലക്കൂരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങിയാണ്. ഇനിയാണ് നമ്മുടെ അടിപൊളി കാഴ്ചകൾ വരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ഇവിടുത്തെ വർക്കിംഗ് ടൈം വരുന്നത് ഹോളിഡേയ്സിലാണെങ്കിൽ രാവിലെ 11 മണി മുതൽ രാത്രി 9:30 വരെയും, അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഈവനിങ് 4 മണി മുതൽ രാത്രി 9:30 വരെയുമാണ്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ മത്സ്യകന്യകമാർ എത്തിയിട്ടുണ്ട്. ഇനി മത്സ്യകന്യകമാരുടെ കാഴ്ചകൾ കുറച്ചു നേരം നമുക്ക് കണ്ടാലോ? ഇന്തോനേഷ്യൻ സുന്ദരികളാണ് കേട്ടോ ഇവിടെ മത്സ്യകന്യകമാരായി എത്തിയിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരെ കാണാൻ വേണ്ടി. എല്ലാവരും തന്നെ മത്സ്യകന്യകമാർക്ക് ടാറ്റ കൊടുക്കുകയും ഫ്ലൈയിങ് കിസ് അവർ തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് ആ ഒരു പിങ്ക് കളറിലുള്ള മത്സ്യകന്യകനാട്ടോ. നല്ല രസമല്ല, ഇതൊക്കെ എന്ത് ഭംഗിയായി ഒരു ഡ്രസ്സ് കാണാൻ വേണ്ടി. നമ്മൾ മീനുകളൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോൾ കുറേ ഇനി വാണിജ്യ വിപണന സ്റ്റാളുകളാണ് ഇവിടെയുള്ളത്.
ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ള കുറേ വസ്തുക്കൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ചെറിയ ചെറിയ കടകളിൽ കയറി ഇറങ്ങി പോയാലോ. സാധാരണ എല്ലാ ഫെസ്റ്റിനും തന്നെ ഇതുപോലെയുള്ള സ്റ്റോളുകൾ കാണാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റോളുകളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി പോകുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലേക്കാണ്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിട്ട് എല്ലാം കാണാൻ വേണ്ടി നല്ല കളർഫുൾ ആയിട്ടാണ് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയ ഉള്ളത്. അങ്ങനെ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലോട്ട് ചെന്നപ്പോഴാണെങ്കിൽ നല്ല തിരക്ക്. അവിടെയാണെങ്കിൽ കുറേ ഫുഡ് സ്റ്റാളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ഗെയിംസ് കളിക്കാൻ പറ്റിയ കുറേ ഗെയിമുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെയാണ് വരികയാണെങ്കിൽ ഈവനിങ് ടൈം വരുമായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി രസമാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഈവനിങ് ടൈമാണ്. കറക്റ്റ് ടൈമായിരുന്നിട്ട് ഞങ്ങൾ വന്നത്. ഞങ്ങളൊരു ഏകദേശം ഒരു 5 മണിയായപ്പോഴാണ് ഇവിടെ കയറി തുടങ്ങിയത്. എന്തായാലും അടിപൊളിയാണ് സംഭവം. നമ്മളിപ്പോൾ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ഫാമിലി ഗെയിംസ് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിപ്പോൾ ഈ പ്രാവശ്യം സാധാരണ ഞങ്ങൾ സ്ഥിരം ചെയ്യാറുള്ളത് ഈ റിങ് എറിയുക, അതല്ലെങ്കിൽ നമ്മുടെ ബോൾ ഉരുട്ടി സമ്മാനം പിടിക്കില്ല, അങ്ങനത്തെയുള്ള ഗെയിംസ് ആയിരുന്നു നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ ബലൂൺ പൊട്ടിക്കുന്ന ഗെയിം ഒന്ന് കളിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബലൂൺ പൊട്ടിക്കുന്ന ഗെയിമിനാണെങ്കിൽ 50 രൂപയായിട്ട് റേറ്റ്. അപ്പോൾ 5 ബലൂൺ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് 5 ബലൂൺ പൊട്ടിക്കാനും പറ്റിയ ഒരു തോക്ക് സമ്മാനമായിട്ട് ലഭിച്ചു. അപ്പം നമുക്ക് ബലൂൺ പൊട്ടിച്ച് കഴിഞ്ഞാൽ 5 ബലൂൺ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടുന്നത്. നമുക്ക് തോക്കായിട്ട് കിട്ടിയിരിക്കുന്നത് 50 രൂപയാണ് റേറ്റ്. അപ്പോൾ പൊടിയല്ലേ. അങ്ങനെ നമ്മൾ ബലൂണൊക്കെ പൊടിച്ച് സമ്മാനം മേടിച്ചുകൊണ്ട് വന്ന വഴിക്കാണ് 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് വീഡിയോ എടുത്തു തരും. നമ്മളിന്ന് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അവർ മ്യൂസിക് ഇട്ട് തരും. നമ്മൾ നിന്ന് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ അവരെടുത്ത് തരും. അതിന് 50 രൂപയായിരുന്നു റേറ്റ്. അപ്പോൾ എന്തായാലും ഒരു ഡാൻസ് കൂടി കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് ഡാൻസൊക്കെ കളിക്കാൻ പറ്റി കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യമായിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുറേ ആൾക്കാർ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ഹോളിഡേയുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ടാറ്റാ.